സ്റ്റോമിന്റെ രാജ്യാന്തര നിലവാരമുള്ള കേബിൾ കാറുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഞായറാഴ്ച നിർവഹിക്കും. കേബിൾ കാറുകളിലൂടെ സഞ്ചരിച്ച് ആകാശ കാഴ്ച ആസ്വദിക്കാം. ഈ കേബിൾ കാറുകളിലൂടെ സഞ്ചരിച്ച് പശ്ചിമഘട്ട വനമേഖലയുടെ സൗന്ദര്യം ആസ്വദിക്കാം. സ്കൈ സ്റ്റോം വിനോദസഞ്ചാരികളുടെ മനം കവരും. ഞായറാഴ്ച വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സിൽവർ സ്റ്റോമിൽ ഉദ്ഘാടനം നിർവഹിക്കും. അത്യാധുനിക സംവിധാനത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ജംഗിൾ സ്റ്റോമിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. പ്രതിദിനം 5000 സന്ദർശകർക്ക് കേബിൾ കാറിൽ സഞ്ചരിക്കാം. അതിരപ്പള്ളിയുടെ സൗന്ദര്യം മതിവരുവോളം ആസ്വദിക്കാം. സ്വിറ്റ്സർലൻഡ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ കേബിൾ കാറുകളുടെ സാങ്കേതിക വിദ്യയേക്കാൾ മേന്മയേറിയ കേബിൾ കാറുകളുടെ വിസ്മയമാണ് സ്കൈ സ്റ്റോം. കേബിൾ കാറിൽ ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്നാൽ അതിനൊരു ഫൺ ഉണ്ടാവില്ല, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സ്റ്റേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പുറകിലൊരു ജംഗിൾ സ്റ്റോം എന്ന് പറഞ്ഞിട്ട് ഒരു 2 ഏക്കറുകളിൽ കാട് ഉണ്ടാക്കിയിരിക്കുകയാണ്. പണ്ട് വേക്കൻഡ് ലാൻഡിൽ ഇരുന്ന് മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് 2-3 വർഷം കൊണ്ട് അതിൽ വലിയൊരു ഏരിയ കണ്ണഞ്ചിപ്പിക്കുന്ന ആകാശയാത്ര എത്തിച്ചേരുന്നത് കൗതുകങ്ങളുടെ ഫോറസ്റ്റ് വില്ലേജിലാണ്. പരിസ്ഥിതി സമ്പത്തുകളുടെ പുതിയ അനുഭവങ്ങൾ അറിയാം. തിങ്ങി നിറഞ്ഞ മരങ്ങളും നടപ്പാതകളും ട്രൈബൽ ഹട്ടുമാണ് പ്രത്യേകത. വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പക്ഷികളും മൃഗങ്ങളും അക്വേറിയവും ഉൾപ്പെട്ടതാണ് ജംഗിൾ സ്റ്റോം. വിനോദത്തിനും വിജ്ഞാനത്തിനും അതിലുപരി മാനസിക ഉല്ലാസങ്ങൾക്കും പുതിയ അനുഭവം പകരുകയാണ് ഫോറസ്റ്റ് വില്ലേജ്. എന്നുമെന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ചിത്രങ്ങൾ പകർത്താനും സന്ദർശകർക്ക് ഇവിടെ കഴിയും. 1/4 നൂറ്റാണ്ടിലേറെയായി ടൂറിസം മേഖലയിൽ നേടിയ അനുഭവ സമ്പത്തും സ്വീകാര്യതയും സിൽവർ സ്റ്റോമിനെ ദേശീയ തലത്തിലേക്ക് ഉയർത്തി. കഴിഞ്ഞ വർഷമാണ് ജംഷഡ്പൂരിൽ സ്നോ പാർക്ക് ആരംഭിച്ചത്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഫാമിലി എന്റർടൈൻമെന്റ് സ്നോ പാർക്കും ഉടൻ ആരംഭിക്കും. ഇതോടെ ഉത്തരേന്ത്യൻ ടൂറിസം രംഗത്തേക്കും സിൽവർ സ്റ്റോം മുന്നേറുകയാണ്. 150 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് സിൽവർ സ്റ്റോമിൽ നടക്കുന്നത്.